രാധേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. മഹാഭാരത യുദ്ധത്തിനു ശേഷം യുധിഷ്ഠിരനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്ത് സർവ്വത്തിനും ഒരേ ഒരു ഈശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാനൊരുങ്ങി. ആ സമയത്ത് അഭിമന്യു പത്നിയായ ഉത്തര അതിവിഹുലയായി ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. തന്റെ നേരെ അതിതീക്ഷ്ണമായ ഒരു ബാണം വരുന്നെന്നും താൻ മരിച്ചാലും തന്റെ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കണമെന്നും പറഞ്ഞു. പാണ്ഡവന്മാർക്ക് ദ്രൗപദിയിലുണ്ടായ 5 പുത്രന്മാരെയും അശ്വത്ഥാമാവ് രാത്രി ഒളിച്ചു ചെന്ന് നിഷ്കരുണം വധിച്ചിരുന്നു. ഉത്തരയുടെ ജനിക്കാനിരിക്കുന്ന ശിശു മാത്രമാണ് ഇനി വംശപരമ്പര നിലനിർത്താനുള്ളത്. ആ ശിശുവിനെയും കൊന്ന് പാണ്ഡവ വംശം നശിപ്പിക്കുകയായിരുന്നു അശ്വത്ഥാമാവിന്റെ ഉദ്ദേശം. അതിനായി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ്. അതേ അസ്ത്രം തന്നെ പലതായി പിരിഞ്ഞ് പാണ്ഡവരുടെ നേർക്കും അടുത്തു. ശ്രീ ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ വിഫലമാക്കി അവരെയും ഉത്തരാഗർഭത്തിലുള്ള ശിശുവിനെയും സംരക്ഷിച്ചു. ജീവിതകാലത്തുണ്ടായ പലവിധ ആപത്തുകളിൽ നിന്നും തങ്ങളെ സദാ കാത്തുരക്ഷിച്ചു പോന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പാണ്ഡവമാതാവായ ഭഗവാന്റെ ഭക്തയായ കുന്തി മാതാവ് കൃതജ്ഞതാപൂർവം ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന കുന്തി സ്തുതി. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണം. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. പ്രകൃതിക്ക് അതീതനും എല്ലാവരുടെയും നാഥനും ആദിമ പരമപുരുഷനുമായ കൃഷ്ണ, അങ്ങേ ഞങ്ങൾ നമസ്കരിക്കുന്നു. സർവഭൂതങ്ങളുടെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ആർക്കും അങ്ങ് നേരിട്ട് കാണപ്പെടുന്നുമില്ല. മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടാത്തവനും നാശരഹിതനുമായ അങ്ങ് സ്വന്തം മായാമറ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് വേഷം കെട്ടിയ നടൻ ആരാണെന്ന് കാണികൾക്കറിയാൻ സാധിക്കാത്തതുപോലെ മൂഢബുദ്ധികൾക്ക് അങ്ങ് കാണപ്പെടുന്നില്ല. അറിവില്ലാത്ത ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയാ. പരിശുദ്ധരും ധ്യാനനിരതരുമായ പരമഹംസന്മാർക്ക് ഭക്തിയോഗം ഉപദേശിക്കുന്നതിനായി ജന്മമെടുത്ത അങ്ങയെ സ്ത്രീകളായ ഞങ്ങൾ എങ്ങനെയാണ് കണ്ടറിയുന്നത്? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ദേവകി വസുദേവന്മാരുടെ പുത്രനും നന്ദഗോപരുടെ വളർത്തുമകനും ഗോവിന്ദനുമായ സർവേശ്വര കൃഷ്ണ, അവിടേക്ക് നമസ്കാരം. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രേ. നാഭിയിൽ പ്രപഞ്ചമാകുന്ന പത്മത്തെ ധരിച്ചിരിക്കുന്നവനും താമരപ്പൂമാല അണിഞ്ഞവനും
നയനങ്ങളും പാദങ്ങളും താമരപ്പൂവിന് തുല്യമായവനുമായ അല്ലയോ കൃഷ്ണ, അവിടേക്ക് നമസ്കാരം. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. പ്രകൃതിക്കതീതനും എല്ലാവരുടെയും നാഥനും ആദിമ പരമപുരുഷനുമായ കൃഷ്ണ, അങ്ങേ ഞങ്ങൾ നമസ്കരിക്കുന്നു. സർവഭൂതങ്ങളുടെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ആർക്കും അങ്ങ് നേരിട്ട് കാണപ്പെടുന്നുമില്ല. മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടാത്തവനും നാശരഹിതനുമായ അങ്ങ് സ്വന്തം മായാമറ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് വേഷം കെട്ടിയ നടൻ ആരാണെന്ന് കാണികൾക്കറിയാൻ സാധിക്കാത്തതുപോലെ മൂഢബുദ്ധികൾക്ക് അങ്ങ് കാണപ്പെടുന്നില്ല. അറിവില്ലാത്ത ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയാ. പരിശുദ്ധരും ധ്യാനനിരതരുമായ പരമഹംസന്മാർക്ക് ഭക്തിയോഗം ഉപദേശിക്കുന്നതിനായി ജന്മമെടുത്ത അങ്ങയെ സ്ത്രീകളായ ഞങ്ങൾ എങ്ങനെയാണ് കണ്ടറിയുന്നത്? കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ദേവകി വസുദേവന്മാരുടെ പുത്രനും നന്ദഗോപരുടെ വളർത്തുമകനും ഗോവിന്ദനുമായ സർവേശ്വര കൃഷ്ണ, അവിടേക്ക് നമസ്കാരം. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. നാഭിയിൽ പ്രപഞ്ചമാകുന്ന പത്മത്തെ ധരിച്ചിരിക്കുന്നവനും താമരപ്പൂമാലയണിഞ്ഞവനും നയനങ്ങളും പാദങ്ങളും താമരപ്പൂവിന് തുല്യമായവനുമായ അല്ലയോ കൃഷ്ണ, അവിടേക്ക് നമസ്കാരം.